സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 10. ചോദിച്ചില്ലെങ്കിലും അറിഞ്ഞു ചെയ്യേണ്ട ബാധ്യതയില്ലേ ഞങ്ങളെപ്പോലുള്ളവർക്ക്? സാർ, ആ കാർ ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കോട്ടെ? പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് കിടന്ന് അതിൻ്റെ പുറത്തെല്ലാം കാക്ക കാഷ്ടിക്കണ്ട. എൻ്റെ മോന് ഞാനൊരു ബർത്ത്ഡേ പ്രസൻ്റായിട്ട് കൊടുത്തതാ. അവനാണെങ്കിൽ ജീവനാ അത്. മദ്രാസിൽ നിന്ന് വരുമ്പോൾ കാറ് കണ്ടില്ലെങ്കിൽ അവൻ അയറ്റിശം വരും. പിന്നെ എന്നെ നോക്കുകയില്ല, സാറിനെ നോക്കുകയില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയായി പോയി. പരിഹാസധ്വനിയുള്ള സംഭാഷണം കേട്ട് ഊറിച്ചിരിച്ചുകൊണ്ട് ജയശങ്കർ ഇങ്ങനെ തിരിച്ചടിച്ചു. വഷള സ്വഭാവമാ അത്, മാറ്റണം. നല്ല പച്ചീർക്കിലി എടുത്ത് തുടയ്ക്ക് ഈരണ്ടെണ്ണം വീതം ഇട്ട് കൊടുത്താൽ മതി, നന്നായിക്കോളും. വിക്രമൻ തമ്പിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. മെരുങ്ങാത്ത ശത്രുവിനെ നോക്കുന്ന പോലെ ജയശങ്കറെ ഇടങ്കണ്ണിട്ട് നോക്കി. മിസ്റ്റർ ജയശങ്കർ, താങ്കൾ ഈ പണം എടുത്ത് അലമാരിയിൽ വെക്കുക. എന്നിട്ട് എൻ്റെ മോൻ്റെ കാർ വിട്ടുതരിക. അതിനാണ് ഞാൻ വന്നത്. സോറി മിസ്റ്റർ വിക്രമൻ തമ്പി, ഈ പണം എനിക്ക് ആവശ്യമില്ല. ഇത് തിരിച്ചു കൊണ്ടുപോവുക. കാർ വിട്ടുതരാൻ നിവൃത്തിയില്ല. അതൊരു കേസിലെ തൊണ്ടിമുതലാണ്. അത് റെക്കോർഡുകളിൽ പെട്ടുകഴിഞ്ഞു. എന്തോന്ന് റെക്കോർഡ്? മാറ്റാനും മായ്ക്കാനും വയ്യാത്ത റെക്കോർഡ് എന്തുണ്ട് ഭൂമിയിൽ? IGയെയോ മന്ത്രിയെയോ സമീപിച്ച് വേണ്ടത് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ഞാനിങ്ങോട്ട് വന്നത്. സോറി മിസ്റ്റർ വിക്രമൻ തമ്പി, ഈ പണം എനിക്ക് ആവശ്യമില്ല. ഇത് തിരിച്ചു കൊണ്ടുപോവുക. കാർ വിട്ടുതരാൻ നിവൃത്തിയില്ല. അതൊരു കേസിലെ തൊണ്ടിമുതലാണ്. അത് റെക്കോർഡുകളിൽ പെട്ടുകഴിഞ്ഞു. എന്തോന്ന് റെക്കോർഡ്? മാറ്റാനും മായ്ക്കാനും വയ്യാത്ത റെക്കോർഡ് എന്തുണ്ട് ഭൂമിയിൽ? IGയെയോ മന്ത്രിയെയോ സമീപിച്ച് വേണ്ടത് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ എന്നും വിചാരിച്ചു. എനിക്ക് ഈ പട്ടണത്തിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ നിലയ്ക്ക് ഇനിയും പലപ്പോഴും നേരിട്ട് കാണേണ്ടിയും വരും. ശരി, നിങ്ങൾ IGയെയും മന്ത്രിയെയും സമീപിക്കുക. അവർ വന്ന് നിങ്ങൾക്ക് കാർ എടുത്തു തരട്ടെ. ജയശങ്കർ, ഇടയാൻ പറഞ്ഞതല്ല ഞാൻ. നിങ്ങളുടെ ആവശ്യം നടക്കില്ല തമ്പി. എത്രയും വേഗം ഈ പെട്ടിയും എടുത്ത് സ്ഥലം വിടുക. അതേ നിങ്ങൾക്കിനി ചെയ്യാനുള്ളൂ. ഇനി ഇരുന്നിട്ട് ഫലമില്ലെന്ന് വിക്രമൻ തമ്പിക്ക് മനസ്സിലായി. അയാൾ എഴുന്നേറ്റു. പെട്ടിയും എടുത്ത് മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ടൊയോട്ടോ കാറിനടുത്തേക്ക് നടന്നു. ആ കാർ ഞാൻ എടുത്തോണ്ട് പോകും. നിനക്ക് തടയാമെങ്കിൽ തടഞ്ഞു. അയാൾ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ജയശങ്കർ ദേഷ്യം കടിച്ചമർത്തി നോക്കി നിന്നു. കൈ പൊക്കി കാണിച്ചിട്ട് വിക്രമൻ തമ്പി കാർ ഓടിച്ച് ഗേറ്റ് കടന്നുപോയി. ജയശങ്കർ ഉടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. കാറിന് കനത്ത കാവൽ ഏർപ്പാടാക്കി. മന്ത്രി വിളിച്ചു പറഞ്ഞാലും താൻ അറിയാതെ കാർ വിട്ടുകൊടുക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം ജയശങ്കർ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിക്കുന്നുണ്ട്. ആരും ഫോൺ എടുക്കുന്നില്ല. വക്കീൽ ഇപ്പോൾ ഏതെങ്കിലും ബാറിലായിരിക്കുമെന്ന് ജയശങ്കർ ഊഹിച്ചു. പിറ്റേന്ന് രാവിലെ ശ്രീനിവാസനെ വിളിച്ചപ്പോൾ ലൈനിൽ കിട്ടി. ഹലോ, ഇന്നലെ രാത്രി 8 മണിക്ക് താൻ എവിടെ ആയിരുന്നു? ഊഹിച്ചുകൂടെ? എടോ, മറ്റേ കാർ ഞാൻ കസ്റ്റഡിയിലെടുത്തു. വിമലയുടെ കുഞ്ഞുങ്ങളെ കയറ്റിക്കൊണ്ട് പോയ അതേ കാർ തന്നെ. ജയശങ്കർ സംഭവങ്ങൾ വിശദീകരിച്ചു. വിമലയോട് തൽക്കാലം വിവരങ്ങളൊന്നും പറയണ്ട. ഈ നഗരത്തിലെ ഏറ്റവും വലിയ താപ്പാനയാണ് ഇതിന് പിന്നിൽ. അയാളുടെ പണവും സ്വാധീനവും ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ചിലപ്പോൾ തോറ്റുപോയെന്നും വരാം. കുട്ടികൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് വല്ല ഊഹവുമുണ്ടോ? ഇല്ല, അത് തെളിയിക്കണം. അച്ഛൻ തമ്പിയും മകൻ തമ്പിയും ഒന്നും വിട്ടു പറയുമെന്ന് കരുതണ്ട. അവരെ രക്ഷിക്കാൻ പലരും ഉണ്ടാകും. മറ്റേതെങ്കിലും രീതിയിൽ വേണം കുട്ടികളെ തിരിച്ചറിയാൻ. ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് ആ കാറൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ശരി. ജയശങ്കർ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ വീടിന് മുമ്പിൽ ഒരു വെളുത്ത അംബാസഡർ കാർ എത്തിക്കഴിഞ്ഞു. ഖദർധാരികളായ 2-3 പേർ ഇറങ്ങി. അവർ തിടുക്കത്തിൽ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ജയശങ്കർ വാതിൽക്കലെത്തി. മധ്യവയസ്കൻ ജയശങ്കറിൻ്റെ നേർക്ക് കൈകൂപ്പി. ഞാൻ ബാലകൃഷ്ണപിള്ള, ഇവിടുത്തെ MLA. മനസ്സിലായി. ഞാൻ കണ്ടിട്ടുണ്ട്. ഇരിക്കാനൊന്നും നേരമില്ല. രാവിലെ തിരുവനന്തപുരത്തിന് പോകാൻ ഇറങ്ങിയതാ. മന്ത്രി വിളിച്ചിട്ട് പോകുക. പിന്നെ ഇപ്പോൾ വന്നതെന്താണെന്ന് വെച്ചാൽ ആ വിക്രമൻ തമ്പിയുടെ കാറ് കസ്റ്റഡിയിലെടുത്തെന്ന് കേട്ടു. അതങ്ങ് വിട്ടുകൊടുത്തേക്ക്. നമുക്ക് വേണ്ടപ്പെട്ടയാളാ. നമുക്കല്ല, നിങ്ങൾക്ക്. മിസ്റ്റർ ജയശങ്കറിനും പ്രയോജനപ്പെടും. തൽക്കാലം എനിക്കത് വേണ്ട. അതങ്ങ് കൊടുത്തേക്കൂ ജയശങ്കർ. വെറുതെ എന്തിനു വാശി? നിങ്ങൾ ചെറുപ്പമായതുകൊണ്ട് ആവേശം തോന്നും. അനീതി മുഴുവൻ ഇല്ലാതാക്കി കളയാമെന്നും മറ്റും. പക്ഷേ അനീതിയില്ലെങ്കിൽ നമുക്കൊന്നും നിലനിൽപ്പില്ല. സ്വർഗത്തിൽ പോലീസും പട്ടാളവും ഉണ്ടോ സാർ? എന്ന് വെച്ച് വേലി തന്നെ വിളവ് തിന്നണമെന്നുണ്ടോ? പോട്ടെ ജയശങ്കർ, നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളുമൊക്കെ ഇല്ലേ? ആ കാർ തിരിച്ചു കൊട്. എന്നിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുക.
എനിക്കൊരു സമാധാനക്കുറവുമില്ല. അത് തൊപ്പി തലയിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ടല്ലേ? എപ്പോഴും തലയിൽ അതിരിക്കണമെന്നില്ലല്ലോ. ഭീഷണിയാണോ? ഈ ചെറുപ്പകാലത്ത് കാസർഗോട്ടും വയനാട്ടിലും അട്ടപ്പാടിയിലും ഒക്കെ പോയി കിടന്ന് ജീവിതം നരകമാക്കണോ ജയശങ്കർ? അങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടാനായിട്ട് കഴിഞ്ഞ 3 കൊല്ലമായി ഞാൻ ശ്രമിക്കുന്നു. ഇതുവരെ രക്ഷയില്ല. ഇനി സ്ഥല MLAയുടെ കാരുണ്യം കൊണ്ട് അത് കിട്ടിയാൽ വളരെ സന്തോഷം. ബാലകൃഷ്ണ പിള്ളയുടെ മുഖം ചുവന്നു. അപ്പോൾ നിങ്ങൾ കാർ വിട്ടുകൊടുക്കില്ല? ഇല്ല. ഭരിക്കുന്ന പാർട്ടിയുടെ MLA പറഞ്ഞാലും കൊടുക്കില്ല, മന്ത്രി പറഞ്ഞാലും കൊടുക്കില്ല. പിന്നെയല്ലേ MLA. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, എനിക്കറിയാം. ശരി, കാണാം. ഓ, കാണാം. MLA ക്ഷുഭിതനായി അമർത്തി ചവിട്ടി ഇറങ്ങിപ്പോയി. 1 മണിക്കൂർ കഴിഞ്ഞു. ജയശങ്കർ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു ഫോൺ കോൾ. സ്റ്റേഷനിൽ നിന്നും CI വിളിക്കുകയാണ്. സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, DIG വിളിച്ചിരുന്നു. വിക്രമൻ തമ്പിയുടെ കാർ വിട്ടുകൊടുക്കണമെന്ന് കേസെടുക്കരുതെന്നും. പിന്നെ വിക്രമൻ തമ്പിയുടെ വീട്ടിൽ ആ കാർ കിടന്നെടുത്ത് കൊണ്ടിട്ടിട്ട് തിരിച്ചു പോരാനാണ് ഉത്തരവ്. എന്നിട്ട് അങ്ങോട്ട് ബന്ധപ്പെടണമെന്ന്. ശരി. ജയശങ്കർ റിസീവർ വെച്ചു. അരമണിക്കൂറിനുള്ളിൽ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ എത്തി. കാത്തു നിൽക്കുകയായിരുന്ന DYSP ജയശങ്കർ അയാളെയും കൂട്ടി ഓഫീസിലേക്ക് പോയി. യാത്രക്കിടയിൽ ഒരു സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി ഫോട്ടോഗ്രാഫറെയും വിളിച്ച് കയറ്റി. ആദ്യം സ്റ്റേഷനിലേക്കാണ് ചെന്നത്. വിക്രമൻ തമ്പിയുടെ മകൻ്റെ കാർ അവിടെ കിടന്നിരുന്നു. അത് ജയശങ്കർ സ്റ്റേഷന് മുമ്പിലേക്ക് നീക്കി ഇടുവിച്ചു. അനന്തരം വിവിധ ആംഗിളുകളിൽ നിന്നും ഏതാനും ഫോട്ടോകൾ എടുപ്പിച്ചു. ചില ഫോട്ടോകൾ വണ്ടിയുടെ നമ്പറും പോലീസ് സ്റ്റേഷൻ എന്ന ബോർഡും പാറാവുകാരനും ഒക്കെ ചിത്രത്തിൽ വരത്തക്ക വിധമായിരുന്നു. സ്റ്റിക്കറുകൾ ഇളക്കി മാറ്റിയ ഭാഗങ്ങളുടെയും ഫോട്ടോകൾ എടുത്തു. അതിനുശേഷം വണ്ടി കസ്റ്റഡിയിൽ എടുത്തതായുള്ള റെക്കോർഡുകളുടെയും ഫോട്ടോ എടുപ്പിച്ചു. ജയശങ്കർ എഴുതിയ കേസ് ഫയലിലെ മുഴുവൻ റെക്കോർഡുകളും ടൗണിൽ കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എടുപ്പിച്ച് അവ ശ്രീനിവാസിനെ ഏൽപ്പിച്ചു. ഒറിജിനൽ റെക്കോർഡുകൾ കേസ് ഫയലിൽ തന്നെ സൂക്ഷിച്ചു. കേസ് തേച്ചുമാച്ച് കളയാൻ ഉന്നതങ്ങളിൽ നിന്ന് നീക്കമുണ്ടായാൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം. കാർ വിട്ടുകൊടുക്കേണ്ടി വരും വക്കീൽ സാറേ, ജയശങ്കർ പറഞ്ഞു. DIGയുടെ ഉത്തരവുണ്ടത്രേ. എനിക്കിത്രയും മതി, ധാരാളം. ശ്രീനിവാസൻ ഫോട്ടോഗ്രാഫറുടെ കൂടെ സ്റ്റുഡിയോയിലേക്ക് പോയി. ജയശങ്കർ ഓഫീസിലേക്കും. ഓഫീസിൽ ചെന്ന് അല്പം കഴിഞ്ഞപ്പോൾ വിക്രമൻ തമ്പിയുടെ ഫോൺ കോൾ വന്നു. DYSP അദ്ദേഹമല്ലേ? അതേയല്ലോ. ആ കാറിങ്ങിട്ട് കൊണ്ടുതന്നാൽ ഉപകാരമായിരുന്നു. DIG പറഞ്ഞിരുന്നില്ലേ? തൻ്റെ ഡ്രൈവർമാരാണോടോ ഇവിടെ ഉള്ളവർ? അതോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തനിക്ക് സ്ത്രീധനം കിട്ടിയ വകയാണോ? വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോടാ തെണ്ടി. ജയശങ്കർ ദേഷ്യത്തിൽ റിസീവർ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, ഫോൺ ശബ്ദിച്ചു. അറ്റൻഡ് ചെയ്തപ്പോൾ DIG ആണ് അങ്ങേ തലയ്ക്കൽ. തമ്പിക്ക് വണ്ടി വിട്ടുകൊടുത്തോ? ഇല്ല സാർ. എന്താ താമസം? തൊണ്ടിയായിട്ട് റെക്കോർഡ് ചെയ്തു പോയി സാർ. എന്തോന്ന് റെക്കോർഡ്? ചവറ്റുകൊട്ടിയിൽ എറിയരുതോ? സ്റ്റേഷനിലെ രേഖകളിലും എഴുതിപ്പോയി സാർ. ഇനി വണ്ടി ജാമ്യത്തിലിറക്കാനേ പറ്റൂ. അയാൾ ജാമ്യവുമായി വന്ന് കൊണ്ടുപോയിക്കോട്ടെ. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് പോലെ താനങ്ങ് ചെയ്താൽ മതി. സാർ, എൻ്റെ തൊപ്പി. അതിനൊരു കേടും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സാർ, ഒരു നെഞ്ചുവേദന. ജയശങ്കറിൻ്റെ കയ്യിൽ നിന്ന് റിസീവർ ഊർന്നു വീണു. അത് സർവീസ് വയറിൽ തൂങ്ങിക്കിടന്നാടി. ജയശങ്കർ പുറത്തിറങ്ങി ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് പറഞ്ഞു, ഭയങ്കര നെഞ്ചുവേദന, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചു പോയി. ഹൃദ്രോഗ വിദഗ്ധനെ ചെന്ന് കണ്ട് ജയശങ്കർ പറഞ്ഞു, പെട്ടെന്നൊരു നെഞ്ചുവേദന. തുടർന്ന് ചെക്കപ്പ്, ECG എല്ലാം കഴിഞ്ഞു. തകരാറൊന്നും കാണാനില്ലല്ലോ, ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴും കുറേശ്ശെ വേദനയുണ്ട്. ഒബ്സർവേഷനിൽ ഇരുന്നുള്ളൂ, നമുക്ക് നോക്കാം. 4 മണിവരെ ജയശങ്കർ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു. ഇടയ്ക്ക് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, DIG വന്നിരുന്നോ? ഉവ്വ്. വിക്രമൻ തമ്പിയും വന്നിരുന്നു. കാർ കൊണ്ടുപോയോ? കൊണ്ടുപോയി. ജാമ്യം? ഇല്ല. രേഖകൾ? അതെല്ലാം മാറ്റി. ഓക്കെ. ജയശങ്കർ റിസീവർ വെച്ചു. പിന്നെ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ, നെഞ്ചുവേദന മാറി. ഇപ്പോൾ വളരെ സുഖം തോന്നുന്നു. എന്നാൽ പോയിക്കൊള്ളൂ, താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നെഞ്ചുവേദനയുണ്ടായാൽ ഉടൻ ഇങ്ങോട്ട് വരിക. ശരി, താങ്ക് യു ഡോക്ടർ. ജയശങ്കർ ഇറങ്ങി. രാത്രിയിൽ ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് DIGയുടെ ഫോൺ വന്നു. നെഞ്ചുവേദന എങ്ങനെയുണ്ട് ജയശങ്കർ? ഭേദമായി സാർ. കുഴപ്പമൊന്നുമില്ല. ഐ ആം ഓൾ റൈറ്റ്. DIGയുടെ അമർത്തിയ ചിരി. കള്ളത്തരമൊക്കെ മനസ്സിലായടോ എന്ന മട്ടിൽ. മിസ്റ്റർ ജയശങ്കർ, ഞാൻ ഒരുപാട് അടവുകൾ പയറ്റി തെളിഞ്ഞാണ് മുകളിലേക്ക് പോകുന്നത്.
അറിയാം സാർ. എന്തറിയാമെന്ന്? എല്ലാം. എന്നോട് കളി വേണ്ട, മനസ്സിലായോ? സാർ. വിമല എന്ന സ്ത്രീക്ക് 3 കുഞ്ഞുങ്ങളെ കാണാതായ കേസ് താൻ ഇനി അന്വേഷിക്കേണ്ട. സാർ. ആ കാർ വിക്രമൻ തമ്പി വന്ന് കൊണ്ടുപോയി സാർ, ജാമ്യമില്ലാതെ. സാർ, ആ കാറിൻ്റെ പേരിലോ അയാളുടെ പേരിലോ അയാളുടെ മകൻ്റെ പേരിലോ കേസൊന്നുമില്ല സാർ. ഫയലുകൾ ഞാൻ എടുത്തുകൊണ്ട് പോന്നു. പക്ഷേ സാർ, വിമല എന്ന സ്ത്രീക്ക് 3 കുഞ്ഞുങ്ങളെ കാണാതായ കേസ് അത് ഞാൻ വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കും, തന്നേക്കാൾ സമർത്ഥനായ ഒരു ഓഫീസറെ. താങ്ക് യു സാർ. ഇന്നു മുതൽ ആ കേസും താനുമായി യാതൊരു ബന്ധവുമില്ല സാർ. ഇത്രയും പറയാനാണ് വിളിച്ചത്. പക്ഷേ സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? ആ കേസിൻ്റെ രേഖകളൊന്നും നശിപ്പിക്കരുത്. കോടതി അതിൻ്റെ ഒറിജിനൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ വെട്ടിലാവരുത്. മറുതലയ്ക്കൽ നിന്ന് ശബ്ദമില്ല. ഗുഡ് നൈറ്റ് സാർ. ജയശങ്കർ ഊറിയ ചിരിയോടെ റിസീവർ വെച്ചു. പിന്നെ വേഷം മാറി മഫ്റ്റിയിൽ ബൈക്കും എടുത്ത് ഇറങ്ങി. കോണ്ടസ കാറിനെക്കുറിച്ച് വിവരം തന്ന വർക്ക്ഷോപ്പായിരുന്നു ലക്ഷ്യം. ജയശങ്കർ ചെല്ലുമ്പോൾ വർക്ക്ഷോപ്പ് അടയ്ക്കാൻ ഭാവിക്കുകയായിരുന്നു. അയാൾ വർക്ക്ഷോപ്പിലെ പ്രധാന മെക്കാനിക്കിനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു, വിക്രമൻ തമ്പിയുടെ മകൻ്റെ ഒരു കാറുണ്ടല്ലോ, കോണ്ടസ. അതിൻ്റെ ഡ്രൈവർ ഇന്ന് ഇവിടെങ്ങാനും വന്നിരുന്നോ? ഇല്ല. വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. വന്നില്ല സാർ. അയാളുടെ പേരെന്താ? സോമനോ? രാജപ്പൻ. രാജപ്പൻ. ഞാനതങ്ങ് മറന്നു. ഈ രാജപ്പൻ എവിടാ താമസം? റെയിൽവേ സ്റ്റേഷൻ അടുത്തെവിടെ? ലൈനിൽ കൂടി തന്നെ 3 ഫർലോങ് മുന്നോട്ട് പോയാൽ മതി. മധുരരാജപ്പൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാലും കാട്ടിത്തരും. മധുരരാജപ്പൻ? അതെ. മലയാളിയല്ലേ? അതെ. ഈയിടെ അങ്ങ് ഇവിടെ വരാറില്ലേ? ഒരാഴ്ചയായിട്ട് കാണുന്നില്ല. കാറും കാണുന്നില്ല. ഓട്ടമില്ലായിരിക്കും. ശരി. ജയശങ്കർ പിൻവാങ്ങി. അയാൾ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് വെച്ചിട്ട് പ്ലാറ്റ്ഫോമിലൂടെ വടക്കോട്ട് നടന്നു. പ്ലാറ്റ്ഫോം അവസാനിച്ചപ്പോൾ റെയിൽ പാളത്തിലേക്ക് ഇറങ്ങി. റെയിൽവേ പാളത്തിന് ഇരുവശവും ചതുപ്പ് നിറങ്ങളാണ്. 2 ഫർലോങ് ദൂരം ചെന്നപ്പോൾ ഓലമേഞ്ഞതും ജനതാ ഷീറ്റ് മേഞ്ഞതുമായ ഏതാനും കുടിലുകളുടെ നിര കാണായി. ചില കുടിലുകളിൽ മണ്ണെണ്ണ വിളക്ക് പ്രകാശിക്കുന്നുണ്ട്. പ്രകാശം കണ്ട ഒരു കുടിലിന് മുന്നിലേക്ക് ജയശങ്കർ ചെന്നു. ഒരു പെൺകുട്ടി മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലിരുന്ന് പാഠപുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു. മധുരരാജപ്പൻ്റെ വീട് ഏതാണ്? പെൺകുട്ടി മുഖമുയർത്തി നോക്കി. അങ്ങേയറ്റത്തെ. അവൾ പറഞ്ഞു. ശരി. അയാൾ ആ നിരയിലുള്ള അങ്ങേയറ്റത്തെ വീട്ടിലെത്തി. അവിടെയും വെളിച്ചമുണ്ടായിരുന്നു. കരയുന്ന 2 കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു സ്ത്രീ വെറും നിലത്തിരിപ്പുണ്ട്. രാജപ്പൻ ഇല്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി? ആ സ്ത്രീ പുറത്തേക്ക് തലയെത്തിച്ച് കുറച്ചകലെ ഇരുട്ടിൽ കണ്ട വെളിച്ചത്തിന് നേർക്ക് കൈ ചൂണ്ടി. അവിടെ കാണും. ജയശങ്കർ ചതുപ്പിനരികിൽ കാണപ്പെട്ട വെളിച്ചത്തിന് നേർക്ക് നടന്നു. മുമ്പ് കണ്ട കുടിലുകളേക്കാൾ വലിപ്പം കൂടിയ ഒരു കുടിലായിരുന്നു അത്. അവിടെ ഒരു പെട്രോമാക്സ് വിളക്ക് തൂക്കിയിട്ടിരുന്നു. ചാരായം എന്ന് അവിദഗ്ധമായി എഴുതിയ ഒരു ബോർഡ് അതിന് മുമ്പിൽ തൂങ്ങിക്കിടന്നിരുന്നു. ജയശങ്കർ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു, രാജപ്പ, രാജപ്പൻ. അകത്തു നിന്ന് ഒരാൾ തലയെത്തിച്ച് നോക്കി. ആരാ അത്? രാജപ്പ, ഞാനാ. രാജപ്പൻ വാതിൽ കടന്ന് വെളിയിലേക്ക് വന്നു. കറുത്തു തടിച്ച ഒരു കുള്ളൻ. ആരാ? തമ്പി മുതലാളി പറഞ്ഞയച്ചിട്ട് വരുവാ. രാജപ്പൻ കയ്യിലിരുന്ന ഗ്ലാസ് ഡെസ്കിൽ വെച്ച് പുറത്തേക്കിറങ്ങി പാളത്തിനരിയിലേക്ക് നടന്നു. എന്താ കാര്യം? രാജപ്പൻ ജയശങ്കറെ അടിമുടി നോക്കി. ഒരപരിചിതത്വം അയാളുടെ കണ്ണുകളിൽ നിഴലിച്ചു. കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്നെയോ? നിങ്ങളാരാ? അത് തമ്പി മുതലാളി പറഞ്ഞു തരും. ജയശങ്കറെ ഒരിക്കൽ കൂടി അയാൾ നോക്കി. ഇപ്പം വരാം. അയാൾ ചാരായക്കടയിലേക്ക് കയറിപ്പോയി. നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തുകയും ചെയ്തു. പോകാം. 2 പേരും പാളത്തിലൂടെ നടന്നു. രാജപ്പൻ വീട്ടുവാതുക്കൾ ചെന്നിട്ട് ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, എടി വട്ടിച്ചി, റോഡ് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. മറുപടി ഉണ്ടായില്ല. കുടിലുകളുടെ നിര പിന്നിട്ടു. പാളത്തിന് ഇരുവശവും വിജനമായ ചതുപ്പ്. ആ പിള്ളേരെ കൊണ്ടുപോകുന്ന കാര്യത്തിനാണെന്ന് തോന്നുന്നു, ജയശങ്കർ പറഞ്ഞു. ഇനി എങ്ങോട്ട് കൊണ്ടുപോകാൻ? ആർക്കറിയാം. തമ്പി മുതലാളിയുടെ കാര്യമല്ലേ? തമ്പി മുതലാളിയുടെ കാര്യമല്ലല്ലോ, കൊച്ചു മുതലാളിയുടെ. രാജപ്പൻ തിരിഞ്ഞൊന്ന് നോക്കി. ഇപ്പോൾ പ്രശ്നമായി. തമ്പി മുതലാളി കേസ് പിടിച്ചിരിക്കുക. കൊച്ചു മുതലാളി മദ്രാസിലല്ലേ? മദ്രാസിലോ? രാജപ്പൻ തിരിഞ്ഞ് ഒരിക്കൽ കൂടി ജയശങ്കറെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ സംശയത്തിൻ്റെ തീപ്പൊരികൾ ചിതറുന്നത് ജയശങ്കർ കണ്ടു. അടുത്ത നിമിഷം രാജപ്പൻ കുതിച്ചു. അവൻ പാളത്തിലൂടെ തിരിഞ്ഞോടാൻ തുടങ്ങി. ജയശങ്കർ പിന്നാലെ ഓടി. രാജപ്പൻ വെകിളി പിടിച്ച കാട്ടുപന്നിയെപ്പോലെ പാഞ്ഞു. ജയശങ്കറിനായിരുന്നു വേഗക്കൂടുതൽ. അയാൾ തൊട്ടു പിന്നിലെത്തി രാജപ്പനെ കാൽ വെച്ച് വീഴ്ത്തി. ചാടി എഴുന്നേറ്റ് രാജപ്പൻ്റെ മുഖത്ത് താടിയിൽ നോക്കി ഒരു ഇടി പാസാക്കി. രാജപ്പൻ വീണ്ടും വീണു. അനങ്ങരുത്, കൊന്നുകളയും ഞാൻ. ജയശങ്കർ അവൻ്റെ കൈ വലിച്ചു പൊക്കി. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും വിലങ്ങെടുത്തു.
തൻ്റെ ഇടംകൈയും അവൻ്റെ വലങ്കൈയുമായി ബന്ധിച്ചു. ആൾ പോലീസാണെന്ന് തിരിച്ചറിഞ്ഞതോടെ രാജപ്പൻ പോരുകാളയെപ്പോലെ മുക്കുറിയിട്ടുകൊണ്ട് കുതറി. നിലത്ത് കിടന്നുരുളുകയും ചതുപ്പിലേക്ക് ജയശങ്കറെ വലിച്ചിറക്കുകയും ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ശ്രമിക്കുകയും ചെയ്തു. ജയശങ്കർ അവൻ്റെ മൂക്കിന് താഴെ ഒറ്റ ഇടികൂടി കൊടുത്തു. അതോടെ അവൻ അടങ്ങി. എവിടെയുണ്ട് ആ കുട്ടികൾ? എനിക്കറിയില്ല. എന്നോട് ആരും ചോദിക്കണ്ട. അവൻ ആരെയാ പേടിച്ചിട്ടെന്നവണ്ണം പുലമ്പി. അവരെ കയറ്റിക്കൊണ്ടുവന്ന കോൺഗ്രസ് കാർ നീയല്ലേ ഓടിച്ചിരുന്നത്? ഞാനല്ല, എനിക്കറിഞ്ഞുകൂടാ. 3 കുഞ്ഞുങ്ങൾ അല്ലേടാ? എന്നെ അഴിച്ചുവിടെ, എനിക്ക് പോകണം. അവരെ എന്ത് ചെയ്തു? എങ്ങോട്ട് കൊണ്ടുപോയി? എന്നോട് ചോദിക്കണ്ട, ഞാൻ പറയില്ല. എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. നിന്റെ വിക്രമൻ തമ്പി അറസ്റ്റിലായി. കാർ പോലീസ് കസ്റ്റഡിയിൽ. രാജൻ തമ്പി ഒളിവിൽ. ഇപ്പോൾ നീയും കുടുങ്ങി. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പുസാക്ഷിയാക്കാം. ശിക്ഷ കിട്ടുകയില്ല. രാജപ്പൻ ഒന്ന് പതറി. ആത്മവിശ്വാസം തീരെയില്ലാത്ത ദുർബല സ്വരത്തിൽ അവൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. നിനക്കറിയാം, നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കും. ശ്രീനിവാസൻ മദ്യശാലയിൽ നിന്നും തിരിച്ചെത്തിയതേയുള്ളൂ. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. അയാൾ വാതിലടച്ചിട്ട് വന്ന് കിടക്കയിലേക്ക് വീണു. ചുമരിൽ മാലയിട്ട് തൂക്കിയ ഉഷാറാണിയുടെ പടത്തിലേക്ക് നോക്കി കൈ പൊക്കി. ദെൻ ഗുഡ് നൈറ്റ്. ഞാൻ ഉറങ്ങാൻ പോവുക. നീ നോക്കിക്കൊള്ളണം എന്നെ. ഫോൺ ബെല്ലിൽ മുഴുങ്ങി. ശ്രീനിവാസൻ ഫോണിനെ നോക്കി അസ്പഷ്ടമായി എന്തോ പിറുപിറുത്തു. പിന്നെ ചെന്ന് റിസീവർ എടുത്തു. ഏത് നാശം പിടിച്ച. ഹലോ, ഇത് ഞാനാ, ജയശങ്കർ. താനൊന്ന് കിടന്നുറങ്ങിയില്ലേടൂ? ഇയാൾ വലിയ ഫിറ്റാണോ? തന്നെ. ആ വണ്ടി എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറ്റുമോ? എന്താ, താൻ ഫിറ്റായിട്ട് അവിടെ കിടക്കുവാണോ? വേഗം വരണം. സംഗതി ടോപ്പ് സീക്രട്ടാണ്. എന്തോന്ന് സീക്രട്ട്? എടോ, ആ വിമലയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യമാണ്. താൻ വേഗം വാ. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൽ കൂടി സ്റ്റേഷനും കഴിഞ്ഞ് കുറേ കൂടി മുന്നോട്ട് വരണം. വിമലയും കുഞ്ഞുങ്ങളും എന്ന് കേട്ടതും വക്കീലിൻ്റെ തലയിലെ ലഹരി പാതി ഉരുകി. ശരി, എത്തിക്കഴിഞ്ഞു. അയാൾ റിസീവർ വെച്ചു. പിന്നെ ഉഷാറാണിയുടെ ഫോട്ടോ നോക്കി. സോറി, നിൻ്റെ കൂട്ടുകാരിയുടെ കേസാ. പോകാതെ പറ്റുമോ? ഫിറ്റായിട്ട് വണ്ടി ഓടിക്കാൻ പോകുക. നോക്കിക്കൊള്ളണം നീ. അയാൾ സ്വിച്ച് കീ തപ്പി എടുത്തുകൊണ്ട് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനപ്പുറം പാളത്തിന് സമാന്തരമായി പോകുന്ന ചെമ്മൺ റോഡിലൂടെ ശ്രീനിവാസൻ്റെ കാർ മെല്ലെ നീങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ജയശങ്കറിൻ്റെ രൂപം റോഡിൽ പ്രത്യക്ഷമായി. ശ്രീനിവാസൻ കാർ നിർത്തി. ജയശങ്കർ അടുത്തു വന്നു. ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞു. ശ്രീനിവാസൻ അനുസരിച്ചു. ജയശങ്കർ തിരികെ പോയി റോഡ് സൈഡിൽ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വക ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ നിന്നും ഒരു ശരീരം വലിച്ചിഴിച്ച് കാറിനരികിലേക്ക് കൊണ്ടുവന്നു. ജയശങ്കർ തന്നെ ബാക്ക് ഡോർ തുറന്ന ശരീരം തൂക്കിയെടുത്ത് ബാക്ക് സീറ്റിലേക്ക് തള്ളി. അതൊരു ശവമാണോടോ? ശ്രീനിവാസൻ ആശങ്കയോടെ ചോദിച്ചു. ജീവശവം. ജയശങ്കർ മുൻസീറ്റിൽ കയറിയിരുന്നു. താൻ വണ്ടി വിട്. കാർ നീങ്ങി. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ജയശങ്കർ ഇറങ്ങി. താൻ കാർ വിട്ടോ? ഞാൻ ബൈക്കും എടുത്തുകൊണ്ട് പിറകെ വരാം. ശ്രീനിവാസൻ മുന്നോട്ട് നീങ്ങി. 2 മിനിറ്റിനുള്ളിൽ ജയശങ്കറിൻ്റെ ബൈക്ക് ഒപ്പം എത്തി. നേരെ ശ്രീനിവാസൻ്റെ വീട്ടിലേക്കാണ് അവർ പോയത്. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് മുഖത്തും തലയിൽ ഒഴിച്ചപ്പോൾ മധുരരാജപ്പന് ബോധം വീണു. അയാളെ ഒരിടത്ത് മുറിയിലേക്ക് മാറ്റി ഇരിക്കുകയായിരുന്നു. എഴുന്നേറ്റിരിക്കാൻ ജയശങ്കർ അയാളെ സഹായിച്ചു. മധുരരാജപ്പൻ വക്കീലിനെയും ഡിവൈഎസ്പിയെയും മാറി മാറി നോക്കി. നീ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് ക്യാമ്പാണിത്. നിന്നെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഒന്നും മറച്ചു വയ്ക്കാതെ തുറന്നു പറഞ്ഞാൽ ചോദ്യം ചെയ്യൽ മാത്രമേ ഉണ്ടാകൂ. ഇല്ലെങ്കിൽ നിന്നെക്കൊണ്ട് സത്യം പറയിക്കാനുള്ള സകല പോലീസ് മുറകളും ഉപയോഗിക്കും. അതുവരെ നീ ഈ മുറിയിൽ നിന്ന് പുറത്തു പോവില്ല. ജയശങ്കർ ഭീഷണി കലർന്ന സ്വരത്തിൽ അറിയിച്ചു. എനിക്കൊന്നും അറിയില്ല, രാജപ്പൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. ജയശങ്കർ അയാളുടെ താടിയിൽ അരുമയോടെ പിടിച്ചു. മോനെ രാജപ്പ, നിന്നേക്കാൾ വലിയ ജഗജില്ലന്മാരിരുന്ന് തത്ത പറയുന്നത് പോലെ സത്യം പറഞ്ഞ മുറിയായത്. ഇവിടെ നിന്നെക്കൊണ്ട് സത്യം പറയിക്കാനുള്ള സകല ഉപകരണങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയില്ലെന്ന്. എടാ, എന്ത് ചെയ്തിട്ടും ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് 2-3 പേര് മാത്രമേ ഈ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളൂ. പക്ഷേ അവർ 30 ദിവസം തികച്ച് ഭൂമിയിൽ ജീവിച്ചില്ല. പറഞ്ഞോ വേഗം, അതോ ഞാൻ എൻ്റെ 4-ാം മുറക്കാരെ വിളിക്കണോ? അവർ കാത്തു നിൽക്കുക നിൻ്റെ ശരീരം ഒന്ന് ഇടിച്ച് കുത്തിപ്പിടിക്കാൻ. രാജപ്പൻ തലതാഴ്ത്തിയിരുന്നു. ഞാൻ തന്നെ തുടങ്ങി വെക്കാമടാ. ജയശങ്കർ കൈ അയച്ചു. പറയാമോടാ നിനക്ക്? പറയാം. അന്ന് 3 കുഞ്ഞുങ്ങളെ രാജൻ തമ്പിയുടെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്. നീയാണ് ഓടിച്ചിരുന്നത്? അതെ. കുട്ടികളിൽ മൂത്തവൾ കാറിൻ്റെ ചില്ല് ഉയർത്തി നിലവിളിച്ചപ്പോൾ അവളെ എന്തു ചെയ്തു? പിടിച്ചു മാറ്റി ചില്ല് താഴ്ത്തി, അത്രയേ ചെയ്തുള്ളൂ. അടിക്കുന്നത് ആ സ്ത്രീ കണ്ടുവല്ലോ.
ചെകിട്ടത്ത് ചെറുതാ എന്ന് ഞോണ്ടി. ആര്? കൊച്ചുമുതലാളി. മറ്റു കുട്ടികളും അപ്പോൾ നിലവിളിച്ചില്ലേ? അവരുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു. അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? രാജപ്പൻ മൗനം ഭജിച്ചു. പറയടാ. ജയശങ്കറിൻ്റെ കൈ മുഖത്തിന് നീണ്ടു വരുന്നത് കണ്ട് രാജപ്പൻ പെട്ടെന്ന് പറഞ്ഞു. ഐലൻഡിലുള്ള ഒരൊഴിഞ്ഞ വീട്ടിലേക്ക്. ഏത് വീട്, ഏത് നമ്പർ, ഏത് റോഡ്? അപ്പോഴും രാജപ്പൻ മറുപടി പറയാൻ അറച്ചു. ജയശങ്കർ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. കാൽമുട്ട് നാഭിയിൽ അമർന്നപ്പോൾ രാജപ്പൻ വീട്ടു നമ്പറും അത് സ്ഥിതി ചെയ്യുന്ന റോഡും പറഞ്ഞു കൊടുത്തു. കുട്ടികൾ ഇപ്പോൾ അവിടെയുണ്ടോ? ഇല്ല. എങ്ങോട്ട് മാറ്റി? അതറിഞ്ഞുകൂടാ. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? കൊച്ചുമുതലാളി, വിക്രമൻ മുതലാളി, മദ്രാസുകാരൻ സുന്ദരരാജൻ, ബോംബെക്കാരൻ അമർനാഥ്. മധുരരാജപ്പൻ തുടർന്ന് നൽകിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലും പെൺവാണിഭവും മയക്കുമരുന്ന് ബിസിനസ്സും കള്ളക്കടത്തുമൊക്കെ നടത്തുന്ന ഒരു സംഘമാണ് ഇതിനു പിന്നിൽ. തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ ദത്തെടുത്തു കൊണ്ടുപോകുന്നതായി വ്യാജരേഖകൾ ഉണ്ടാക്കി വിദേശങ്ങളിൽ എത്തിച്ച് അവരുടെ അവയവങ്ങൾ വൻവിലയ്ക്ക് വിൽക്കുന്നു. രോഗം ബാധിച്ച് മരിച്ചതായുള്ള രേഖകളോടുകൂടി തിരികെ നാട്ടിലെത്തിക്കുന്ന ജഡങ്ങൾ വ്യാജബന്ധുക്കൾ ഏറ്റുവാങ്ങുന്നു. അത്തരം ജഡങ്ങളിൽ മയക്കുമരുന്ന് കുത്തിനിറച്ച് തുന്നിക്കെട്ടിയിരിക്കും. കുഞ്ഞച്ചൻ്റെ കൊലപാതകത്തെപ്പറ്റിയും മധുരരാജന് ചിലതൊക്കെ അറിയാമായിരുന്നു. 50,000 രൂപ വില സമ്മതിച്ച് 25,000 രൂപ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് കുഞ്ഞച്ചൻ കുട്ടികളെ ഓർഫനേജിന് മുന്നിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത്. കിട്ടിയ പണം അത്രയും മദ്യപിച്ചും ചൂതുകളിച്ചും തീർത്ത കുഞ്ഞച്ചൻ കൂടെ കൂടെ പണം ആവശ്യപ്പെട്ട് രാജതമ്പിയെ ശല്യപ്പെടുത്തിയിരുന്നു. പണം കൊടുത്തില്ലെങ്കിൽ കുട്ടികളെപ്പറ്റിയുള്ള സത്യാവസ്ഥകൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കി. ഒടുവിൽ രാജൻ തമ്പി കുഞ്ഞച്ചനെ ലോറി ഇടിപ്പിച്ച് കൊന്നു, നിശബ്ദനാക്കി. നാഗർകോവിൽ സ്വദേശി തങ്കവേലു എന്ന ലോറി ഡ്രൈവറാണ് ആ കൃത്യം നിർവഹിച്ചത്. എല്ലാം കേട്ട് ജയശങ്കർ ശ്രീനിവാസനെ മുഖത്തോട് മുഖം നോക്കി. അപ്പോൾ ആ കുട്ടികൾ എവിടെയുണ്ട്? ജയശങ്കർ ചോദിച്ചു. അതുമാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ വിദേശത്തേക്ക് കടത്തിയോ? അറിയില്ല സാർ. സുന്ദരരാജൻ്റെയും അമർനാഥിൻ്റെയും അഡ്രസ്സ് പറയും വേഗം. തനിക്കറിയാവുന്നതുപോലെയൊക്കെ മധുരരാജപ്പൻ പറഞ്ഞു. സാർ, പോലീസ് എന്നെ പിടിച്ചെന്നോ ഞാനിതെല്ലാം പറഞ്ഞെന്നോ അറിഞ്ഞാൽ അവരെന്നെ കൊല്ലും. ഇല്ല, തൽക്കാലം നിന്നെ കാണാതിരിക്കുകയാണ്. മനസ്സിലായോ? നിനക്ക് പറ്റിയ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് തരും. അതുവരെ നിന്നെ ഈ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കും. ജയശങ്കറും ശ്രീനിവാസനും മുറി വിട്ടിറങ്ങി വാതിലടിച്ച് പുറമേ നിന്ന് പൂട്ടി. താൻ വാതിലടിച്ച് കിടന്നു. എനിക്കിന്ന് രാത്രി ചില അത്യാവശ്യ ജോലികൾ തീർക്കാനുണ്ട്, ജയശങ്കർ പറഞ്ഞു. ശ്രീനിവാസൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ ബൈക്കോടിച്ച് ഗേറ്റിന് വെളിയിലേക്ക് പോയി. കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചിരുന്നുവെന്ന് മധുരരാജപ്പൻ സൂചിപ്പിച്ച വീടായിരുന്നു ജയശങ്കറിൻ്റെ ലക്ഷ്യം. പിൻഭാഗം കായലിലേക്ക് ഇറങ്ങിയ മട്ടിൽ പണിത ആ കെട്ടിടം ഇരുളടഞ്ഞു കിടന്നു. കായലിലൂടെ മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളും ബോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടായിരുന്നു. കായൽ പ്രകാശപൂരിതമായിരുന്നു. ജയശങ്കർ ബൈക്ക് ഒരു ഇരുണ്ട കോണിൽ ആരും ശ്രദ്ധിക്കാത്ത വിധം വെച്ചിട്ട് മതിൽ ചാടിക്കടന്നു. കെട്ടിടത്തിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം അടച്ചു പൂട്ടപ്പെട്ട നിലയിലായിരുന്നു. മതിലിനോട് തൊട്ടു ചേർന്നുള്ള പാർശ്വഭാഗത്തെത്തിയ ജയശങ്കർ ദ്രവിച്ചു തുടങ്ങിയ ഒരു ജനൽപ്പാളി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിക്കി ഇളക്കി മാറ്റി. ചിതലരിച്ച ചില അഴികൾ ഇളക്കി മാറ്റാനും എളുപ്പം കഴിഞ്ഞു. ജയശങ്കർ കെട്ടിടത്തിനകത്ത് കയറി വളരെ സൂക്ഷ്മതയോടെ അതിൻ്റെ ഓരോ മുറിയും പരിശോധിച്ചുകൊണ്ട് ഉൾത്തളങ്ങളിലൂടെ നടന്നു. അവിടെ ആൾതാമസമുള്ള ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. കുറേ പഴയ വീഞ്ഞപ്പെട്ടികളും പാട്ടകളും കാലുവീപ്പുകളും പലയിടത്തും അടുക്കി വെച്ചിരുന്നു. ഒരു മുറിയിൽ കുറേ പഴഞ്ചാക്കുകളും വെട്ടിപ്പൊളിച്ചെടുത്ത നിലയിലുള്ള പല കഷ്ണങ്ങളുടെ കൂമ്പാരവും കണ്ടു. ചാക്കുകൾ കിടന്ന ഭാഗത്ത് ടോർച്ചടിച്ചപ്പോൾ ചുരുട്ടിക്കൂട്ടിയ നിലയിൽ തുണിക്കഷ്ണങ്ങൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ജയശങ്കർ അവ കാൽ കൊണ്ട് ചിക്കി ചികഞ്ഞു നോക്കി. മുഷിഞ്ഞു കീറിയ കുട്ടി ഉടുപ്പുകൾ. അയാൾ കുനിഞ്ഞതെടുത്തു. ഒരു പെൺകുട്ടിയുടെയും 2 ആൺകുട്ടികളുടേതും. ഒരു 7 വയസ്സുകാരുടെയും 5 വയസ്സുകാരൻ്റെയും 2 വയസ്സുകാരൻ്റെയും ഉടുപ്പുകൾ തന്നെ. അപ്പോൾ മധുരരാജപ്പൻ പറഞ്ഞത് സത്യം തന്നെ. വിമലയുടെ 3 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ജയശങ്കർ വെളിയിൽ ഇറങ്ങിച്ചെന്നു. ബൈക്കിൻ്റെ ബോക്സിൽ നിന്നും ക്യാമറ എടുത്തുകൊണ്ട് വന്നു. കുട്ടിയുടുപ്പുകൾ മുറിയിൽ കിടക്കുന്ന നിലയിൽ ഫോട്ടോ എടുത്തു. തുടർന്ന് അവ വിടർത്തി വെച്ച് 2 ഫോട്ടോകൾ കൂടി എടുത്തു. പിന്നെ ആ മുറിയുടെയും അങ്ങോട്ടുള്ള പ്രവേശന മാർഗത്തിൻ്റെയും ഏറ്റവും ഒടുവിൽ ആ വീടിൻ്റെ മുൻഭാഗത്തിൻ്റെയും ഫോട്ടോകൾ എടുത്തു. കുട്ടിയുടുപ്പുകളുമായി അയാൾ വന്ന് ബൈക്കിൽ കയറി. പിറ്റേന്ന് കാലത്ത് ജയശങ്കർ ഓഫീസിൽ നിന്ന് വന്നു കയറിയതും മൊബൈൽ ബെൽ ശബ്ദിച്ചു. റിസീവർ എടുത്തപ്പോൾ DIG ആണ്. ഗുഡ് മോർണിംഗ് സാർ. താൻ ഏതോ വീട് റെയ്ഡ് ചെയ്തെന്നോ കുട്ടിയുടുപ്പ് കണ്ടെടുത്തെന്നോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണ് സാർ.
തന്നോട് ഞാനല്ലേ പറഞ്ഞത് ആ കേസ് താനിനി അന്വേഷിക്കേണ്ടെന്ന്. അതെ സാർ. താൻ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കിയാണോ? അല്ല സാർ. പിന്നെ താൻ ആ കേസിൻ്റെ പുറകെ പോയത് റിട്ടേൺ ഓർഡർ കിട്ടാഞ്ഞിട്ടാണ് സാർ. റിട്ടേൺ ഓർഡർ താനുടൻ SP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യ്. ആ കേസ് സംബന്ധമായ സകല രേഖകളും തൊണ്ടി സാധനങ്ങളും ഹാൻഡ് ഓവർ ചെയ്തേക്ക്. ശരി സാർ. പക്ഷേ അതിൻ്റെ എല്ലാ ഫോട്ടോ കോപ്പികൾ ഇതിനകം കോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ സാർ. വെറുതെ നമ്മളെന്തിനു പുലിവാല്? സ്റ്റുപ്പിഡ്. ലൈൻ ഡിസ്കണക്റ്റായി. ഉച്ചയ്ക്ക് SP ഓഫീസിൽ നിന്ന് ഓർഡർ എത്തി. നാളെ DGP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുക. ജയശങ്കറിന് കൂസലൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് തന്നെ DGP ഓഫീസിലെത്തി. കയറി ചെല്ലാൻ അനുവാദം കിട്ടിയപ്പോൾ അയാൾ ചെന്ന് അഭിവാദനം ചെയ്ത് സല്യൂട്ട് അടിച്ചു. DGP മേശയ്ക്കപ്പുറം കസേരയിൽ സ്ഥാനചിഹ്നങ്ങൾ അണിഞ്ഞ് ഗംഭീരനായി ഇരിക്കുകയാണ്. ജയശങ്കർ. യെസ് സാർ. ഇരിക്കൂ. ജയശങ്കർ ഇരുന്നു. മുൻപ് ട്രാൻസ്ഫറിന് ശ്രമിച്ചിരുന്നോ? സാർ. എവിടേക്കാണ് മാറ്റം വേണ്ടത്? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ ഉടൻ തീരുമാനിക്കുക. ക്യുക്ക്. എനിക്കിപ്പോൾ അങ്ങനെ ഒരാഗ്രഹമില്ല സാർ. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റിന് ആഗ്രഹമുണ്ട്. നിങ്ങളെപ്പോലെ സമർത്ഥനായ ഒരു ഓഫീസറുടെ സേവനം കുറേ തെണ്ടി കുട്ടികളുടെ പിറകെ നടന്ന് പാഴാക്കാനുള്ളതല്ല. അത് അത്യാവശ്യം വേണ്ടുന്ന അനേക സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് പറയാനില്ല അല്ലേ? ഇല്ല. എന്നാൽ ഞാൻ തന്നെ അത് തീരുമാനിക്കാം. ഒരു ചെറിയ ഇളവ് തന്നു എന്നേയുള്ളൂ. അതൊരു കീഴ്വഴക്കമല്ല. എനിവേ ഐ വിൽ ഡിസൈഡ് ഇറ്റ്. DGP എഴുന്നേറ്റു. DYSP ജയശങ്കർ എഴുന്നേറ്റു. എന്നെ സ്ഥലം മാറ്റിയത് കൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല സാർ. ആ 3 കുഞ്ഞുങ്ങളെപ്പറ്റിയുള്ള സകല തെളിവുകളും ഇതിനകം കിട്ടിക്കഴിഞ്ഞു. അത് കോടതിയിൽ എത്തിക്കഴിയുകയും ചെയ്തു. അന്വേഷണം പൂർത്തിയാകാത്ത കേസിൻ്റെ തെളിവുകൾ കോടതിക്കോ വക്കീലിനോ കൈമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? DGP ചോദിച്ചു. ആ കുട്ടികൾ മിസ്സായതിനെ ചൊല്ലി ഒരു കേസ് നിലവിലുണ്ട്. അതിന് സഹായകമാകുന്ന വിവരങ്ങൾ നൽകാനുള്ള ചുമതലയുണ്ടല്ലോ. നിങ്ങൾക്ക് കോടതിയോടും വക്കീലിനോടുമല്ല ബാധ്യത, ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. DGP ക്രുദ്ധനായ അയാളെ നോക്കി. സർ. ജയശങ്കർ സൗമ്യസ്വരത്തിൽ വിളിച്ചു. ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിനോ വകുപ്പിനോ പരമാവധി ചെയ്യാവുന്നത് എന്നെ ഡിസ്മിസ് ചെയ്യുക മാത്രമാണ്. ജീവിക്കാനൊരു തൊഴിൽ വേണമെന്ന നിർബന്ധമൊന്നുമില്ല എനിക്ക്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സാറിനുമുണ്ടല്ലോ മക്കൾ. അവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുക, ഒരിക്കലും അവരെ തിരിച്ചു കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ കൊലപ്പെടുത്തുക. അതൊന്ന് സങ്കല്പിച്ച് നോക്കിയെങ്കിലേ സാറിന് അതിൻ്റെ അളവില്ലാത്ത വേദന മനസ്സിലാവൂ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട സ്ത്രീ എൻ്റെ ആരുമല്ല. ഞാൻ മുൻപ് അവരെ കണ്ടിട്ടുമില്ല. നാളെ എൻ്റെയോ സാറിൻ്റെയോ കുഞ്ഞുങ്ങൾക്ക് ആ സ്ത്രീയുടെ മക്കളുടെ ഗതി ഉണ്ടാകരുതെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 3 കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിൽക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദുർമരണം കരുതി വയ്ക്കുന്നതും ഒന്നു തന്നെയാണ് സർ. നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളുടെ കണ്ണീരിനും പ്രാണനും ഒരു വിലയുമില്ലെന്ന് സാറ് കരുതുന്നുണ്ടോ? ആ അമ്മയുടെ താപം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ. സ്റ്റോപ്പ് ഇറ്റ്. DGP മുരണ്ടു. അയാൾ അസ്വസ്ഥതയോടെ ജനാല വരെ നടന്നു ചെന്നു. പുറത്തേക്ക് നോക്കി. അല്പനേരം നിന്നു. പിന്നെ തിരികെ നടന്നു വന്നു. ഹോം മിനിസ്റ്ററുടെ ഉത്തരവാണിത്, മനസ്സിലായോ? ജയശങ്കർ വഴങ്ങുന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തേക്കാൻ. പൊളിറ്റിക്സിലെ ഒരു വൻ തോക്കാണ് ഇതിന് മറുപടി പറഞ്ഞത്. സാർ, ഞാൻ പോയി ഹോം മിനിസ്റ്ററെ കണ്ട് സംസാരിക്കാം. തന്നെ ഞാനല്ലേ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്, മനസ്സിലായോ? മനസ്സിലായി സാർ. ജയശങ്കർ പുഞ്ചിരിച്ചു. ഗേറ്റിൽ നിരന്തരമായ ഹോണടി കേട്ട് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ ജോലിക്കാരനോട് പറഞ്ഞു, ആരാന്ന് നോക്കിയിട്ട് ഗേറ്റ് തുറന്നു കൊടുക്ക്. അല്പം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കാറിൻ്റെ ഇരമ്പൽ നിലച്ചു. ശ്രീനിവാസൻ ജാലകവിരി മാറ്റി നോക്കി. ഏതോ വിദേശ നിർമ്മിത കാറാണ്. തടിച്ച് പൊക്കം കുറഞ്ഞ ഒരാൾ കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് വരുന്നു. പുറകെ ഭവ്യതയോടെ ഭാഗം തൂക്കിയ ഒരു മധ്യവയസ്കനുമുണ്ട്. ഡോർബെൽ ശബ്ദിച്ചത് ശ്രീനിവാസൻ പറഞ്ഞു. യെസ്, കമിൻ കമിൻ. തടിച്ച് പൊക്കം കുറഞ്ഞയാൾ ഓഫീസ് റൂമിലേക്ക് കയറി വന്നു. അയാൾ ശ്രീനിവാസനെ കണ്ട് ചിരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ വിക്രമൻ തമ്പി. ശ്രീനിവാസൻ അയാളെ അടിമുടി നോക്കി. കേട്ടിട്ടുണ്ട്, ഞാൻ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ. അറിയാം, ഇരിക്കുക. വിക്രമൻ തമ്പി ശ്രീനിവാസൻ അഭിമുഖമായി ഇരുന്നു. ഭാഗം പിടിച്ചു നിന്ന കാര്യസ്ഥനെന്ന് ചോദിച്ച അയാൾ നിന്നതേയുള്ളൂ. താങ്കൾക്ക് വിരിക്കാം. അയാളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. മുതലാളിയുടെ മുമ്പിൽ ഇരിക്കുന്നവനല്ല. കേസുകളൊക്കെ ഇപ്പോൾ ധാരാളമുണ്ടോ? വിക്രമൻ തമ്പി കുശലം ചോദിച്ചു. അങ്ങനെ ധാരാളമൊന്നുമില്ല. നിങ്ങളെപ്പോലെ സമർത്ഥനായ ഒരു വക്കീലിന് നല്ല പ്രാക്ടീസ് ഉണ്ടാവേണ്ടതാണല്ലോ. ഉണ്ടാവേണ്ടതാണ്, പ്രത്യേകിച്ച് താങ്കളെപ്പോലുള്ള ക്രിമിനൽസ് പെരുകി വരുന്ന ഇക്കാലത്ത്. വിക്രമൻ തമ്പി പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് തന്നെ ചിരി നിലയ്ക്കുകയും ചെയ്തു.
ആ 3 കുട്ടികളെ കാണാതായ കേസ് ശ്രീനിവാസനല്ലേ? അതെ. അതിന് എന്ത് കിട്ടും ഫീസ്? ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. പ്രമാദമായ കേസായതുകൊണ്ട് ഞാനൊരു വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. തരാൻ ആ തള്ളയുടെ കയ്യിൽ എവിടുന്നാ പണം? ദരിദ്രവാസി അല്ലേ? പെണ്ണുരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? ആ കേസ് വിട്ടുകളയാൻ എത്ര രൂപ തരണം? അതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. വിക്രമൻ തമ്പി ബാഗ് വാങ്ങി. സിബു ഒരു ടീപ്പോയിന്മേൽ അത് ഉടഞ്ഞിട്ടു. 1 ലക്ഷം മതിയോ? പോരാ. 2 പോരാ. 4 പോരാ. എത്ര വേണം? നിങ്ങൾ പാപ്പരായി പോകും. വിക്രമൻ തമ്പി ശ്രീനിവാസനെ ചുഴിഞ്ഞു നോക്കി. അത് സാരമില്ല. വിക്രമൻ തമ്പിയുടെ കണ്ണുകൾ ചെറുതായി. നമുക്കൊരു ധാരണയിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? നോവൽ തുടരും.